ലീഗിലെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ അവിടെ ആ സമയത്തടക്കം ചില തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നു. അതിൽ തന്നെ ഫിഷറീസ് വകുപ്പ് പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്നുള്ള ഒരു പ്രതിനിധിക്ക് നൽകി എന്നതിൽ അടക്കം ചില വിഭാഗത്തിന് വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ആ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ആ വകുപ്പ് കുറ്റമറ്റതാവുകയോ ചെയ്താൽ അത്തരം വിമർശനങ്ങൾക്ക് പിന്നീട് നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴിതാ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ് ഉണ്ടാകുന്നത്. അത് ലീഗിൽ ഒരു വിഭാഗത്തിനെങ്കിലും അതൃപ്തി ഉണ്ടാക്കുന്നു എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തതിൽ നേരത്തെ തന്നെ വലിയ തോതിൽ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. ലത്തീൻ സഭയുടെ പ്രതിഷേധമൊക്കെ പരസ്യമായിട്ട് അവർ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഈ വകുപ്പ് അവർ വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കാൻ UDF ധാരണയായത്. നേരത്തെ മുസ്ലിം ലീഗ് രണ്ട് തരത്തിലാണ് ഇത് ബാധിക്കുന്നത്. ഒന്ന്, UDF തന്നെ ലീഗിന് ഈ ലീഗിന് ഫിഷറീസ് വകുപ്പ് വിട്ടുകൊടുത്തതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അതേ തുടർന്ന് ഇപ്പോൾ ഈ ഉയർന്ന വിവാദങ്ങളിൽ മന്ത്രിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾ ഒരുപക്ഷെ ലീഗിന് നേരെ അത് വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായി ലീഗിനുള്ളിൽ നിന്ന് ഉയരുന്ന മറ്റൊരു വിഷയമാണ് ഈ ഇദ്ദേഹത്തെ ഗഫൂറിനെ മന്ത്രിയാക്കിയതിൽ ലീഗിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് വിജയിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെ ഒന്നാം ടൈമിൽ തന്നെ മന്ത്രിയാക്കാൻ അനുവാദം നൽകിയത് വലിയ തോതിൽ തന്നെ ലീഗിനുള്ളിലും വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരാളെ പോലും പരിഗണിക്കാതെ ഈ ഒരു മന്ത്രിസ്ഥാനം തെക്കൻ ജില്ലയിലേക്ക്, മധ്യകേരളത്തിലേക്ക് കൊടുക്കുന്നതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ വരുന്നത്. ഒന്ന്, UDFൽ ലീഗിനെതിരെയും ലീഗിൽ ഗഫൂറിനെതിരെയും എന്ന് വേണം നമുക്ക് പറയാം. അതിൻ്റെ രാഷ്ട്രീയമായിട്ട് ലീഗിനുള്ളിൽ ഈ വിഷയം വലിയ ചർച്ചയാവുകയും സ്വാഭാവികമായിട്ടും ലീഗിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറുന്നുവെന്ന ഘട്ടമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിൽ തന്നെ ലീഗിനുള്ളിൽ കോഴിക്കോട് മേഖലയിൽ നിന്ന് ഒരു മന്ത്രി വേണമെന്ന ആവശ്യം അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഗഫൂറിനെ മന്ത്രിയാക്കിയപ്പോൾ ഗഫൂറിൻ്റെ പ്രകടനം അത് പ്രതീക്ഷിച്ചതിൽ ഉയരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയമായിട്ട് ഉയരുന്നതും. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ലീഗിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വഴിവെച്ചേക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നിലവിലാരും തന്നെ ഇതിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിൽ പോലും ഈ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ലീഗിനുള്ളിൽ ഉയരുന്നത്. അത് ഗഫൂറിനെതിരെ ഒരു വിമർശനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ അവിടെ സൂചിപ്പിക്കുന്ന പോലെ ലീഗിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പോലും പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഇത്. മത്സ്യത്തൊഴിലാളികൾ പരസ്യമായി രംഗത്ത് വന്നു. മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടായില്ല എന്നവർ പരസ്യമായി പറയുമ്പോൾ അതിന് ലീഗിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ലീഗ് നേതൃത്വം സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോവുക എന്നതും സാധ്യമല്ലല്ലോ. അതിപ്പോൾ പുറത്ത് പ്രകടിപ്പിക്കണമെന്നില്ല. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഓരോ മന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുമെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ. ഓരോ മന്ത്രിമാരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. രണ്ട് ടൈമായിട്ട് ഒരുപക്ഷെ മറ്റൊരാളെ പരിരക്ഷിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഫിഷറീസ് വകുപ്പിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉയരുന്നു. അത് രാഷ്ട്രീയമായിട്ടല്ല, പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന സാഹചര്യം. പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുമ്പോൾ അത് ലീഗിനെതിരെ വിമർശനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യം. അങ്ങനെ ആകെ ലീഗ് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വഴിവെച്ച ഗഫൂറിനെതിരെ പാർട്ടിക്ക് ഒരു അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻപ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഓരോരുത്തരുടെയും പ്രകടനം വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കുമെന്ന കാര്യത്തിൽ ഏറ്റവും പ്രസക്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റൊരാൾക്കുള്ള സാധ്യതകൾ ഉണ്ട്. അത് തുറന്നിടുന്ന തരത്തിലേക്ക് ഈ ഒരു അവസ്ഥകൾ മാറുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിൽ നിന്നും ആളുകളെ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധം ലീഗിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യമായി വിജയിച്ചു വന്ന ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയും അത് പിന്നീട് ലീഗിന് തന്നെ ഇപ്പോൾ ഒരു തലവേദന ഉണ്ടാക്കുന്ന തരത്തിലേക്കും പൊതുസമൂഹത്തിൽ ലീഗിനെ വിമർശനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടെ അനുമോദ് ഈ എല്ലാ രാഷ്ട്രീയ സംഘടനകളും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കുക. പാർട്ടി ഒറ്റക്കെട്ടാണ്, ഭിന്നസ്വരമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ മന്ത്രിസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതെല്ലാ പാർട്ടിയിലും ഉള്ളതാണ്. ചില പാർട്ടികളിൽ അത് അതിശക്തമായിരിക്കും, കുറേയൊക്കെ പുറത്തു വരും. മറ്റു പാർട്ടികളിൽ അത് അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. അവിടെ അപ്രതീക്ഷിതമായ ചില മന്ത്രിപ്പേരുകളൊക്കെ, ഇപ്പോൾ ജിനേഷ് കുമാറിനെ പോലെയുള്ളവരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നത് നമുക്കറിയാം. ഇവിടെയും നിരവധിയായ പേരുകൾ, മുതിർന്ന ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ ഈ മുസ്ലിം ലീഗിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവിടെയാണ് ചെറുപ്പക്കാരനായ താരതമ്യേന രാഷ്ട്രീയ പരിചയം കുറവുള്ള ആൾ
അതൊന്നും പ്രവർത്തന മികവിന് വിഘാതമോ തടസ്സമോ എന്നല്ല നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ മറ്റു പലർക്കും വേണ്ടി മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിച്ചവർ, അവരുടെ കൂട്ടാളികൾ, അനുഭാവികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് കൃത്യമായൊരു പ്രതിഷേധം ഈ ഞങ്ങൾ നിർദ്ദേശിച്ച ആളുകളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മലബാറിൽ നിന്നുള്ള ആളായിരുന്നുവെങ്കിൽ എന്നൊക്കെയുള്ളൊരു വികാരവും ഉണ്ടാകുമല്ലോ. തീർച്ചയായും പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയും AK മഷ്റഫിന് വേണ്ടിയും മലബാറിലും പ്രത്യേകിച്ച് കോഴിക്കോടും ഒക്കെ വലിയ സമ്മർദ്ദം ഉയർന്നിരുന്നതാണ്. AK മഷ്റഫ് 3ാം തവണയും 3 തവണ വിജയിച്ചു വന്ന ആളാണ്. പാറക്കൽ അബ്ദുള്ളയാകട്ടെ പാർട്ടിയുടെ പ്രവാസി ലീഗിന്റെ ശക്തനായ നേതാവാണ്. 2ാം തവണയാണ് വിജയിച്ചു വരുന്നത്. അപ്പോൾ ഈ 2 പേർക്ക് വേണ്ടി വലിയ തോതിൽ തന്നെ ലീഗിനുള്ളിൽ നിന്ന് ആവശ്യം ഉയർന്നതാണ്. ആ ഒരു മേഖലയ്ക്ക് നൽകുന്ന പരിഗണനയാകും. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കുമ്പോൾ ആ മേഖലയ്ക്ക് നൽകുന്ന പരിഗണനയാകും. കോഴിക്കോട് ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരാളെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോട് നൽകുന്ന പരിഗണനയാകും. ഇങ്ങനെ എല്ലാം പ്രാദേശിക പരിഗണനയൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഈ പരിഗണനകളും ചർച്ചകളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലും ഗഫൂറിന് നിർദ്ദേശം, അല്ലെങ്കിൽ ഗഫൂറിന് മന്ത്രിയാക്കാനുള്ള നിർദ്ദേശം പാണക്കാട് നിന്ന് തങ്ങൾ നൽകിയത് എറണാകുളം ജില്ലയിൽ പാർട്ടിക്ക് കുറെ കൂടി പ്രവർത്തനത്തിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക, സ്വാതന്ത്ര്യം ഉണ്ടാക്കുക, അതേപോലെ തന്നെ ആ മേഖലയിൽ പാർട്ടി വളർത്തുക തുടങ്ങിയ ലക്ഷ്യം കൊണ്ടാണ്. പക്ഷേ അതിനെതിരെ നേരത്തെ തന്നെ ലീഗിനുള്ളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ വരുന്നത് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പരസ്യമായിട്ട് ആരും വരികയില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും മുൻപ് ഉയർന്ന ആരോപണങ്ങൾ അത് വീണ്ടും ഉന്നയിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനുള്ളിൽ ഇത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ ഒരുപക്ഷെ ഒരു പുനർവിചിന്തനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യം തീർക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അഭിലാഷ്. യെസ്, അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ മക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്നു. ഒരുപക്ഷെ ഈ തെരച്ചിൽ അതിൽ ഇവരെ കണ്ടെത്താൻ സാധിക്കുമോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം ന്യൂസ് ടൈംസ് തന്നെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. സംസ്ഥാനത്ത് ഈ തീരങ്ങളിൽ കടലിൽ പോയി മരണപ്പെട്ടവരുടെ സംഖ്യ, അതിൽ തന്നെ ഇപ്പോഴും കാണാതായിട്ട് ഉള്ളവരുടെ എണ്ണം, അവരെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇപ്പോഴിതാ 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ നിമിഷവും ഈ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ദുരിതത്തിലായ ഒരു കുടുംബത്തെ ചേർത്ത് നിർത്തുക, അവർക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് ജനപ്രതിനിധികൾ എത്തുക, അവരെ ആശ്വസിപ്പിക്കുക, അതൊക്കെ ഒരു സാമാന്യമായ ഉത്തരവാദിത്തമാണ്. അതുണ്ടാകുന്നില്ല എന്ന വിമർശനം ആണ് ഉയരുന്നത്. അത് സ്വാഭാവികമായും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിലും ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവർ പരസ്യമായി ഇക്കാര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.